നമസ്കാരം. പി ടി ചാക്കോയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവെന്ന് ഭരണപക്ഷം അംഗീകരിക്കുകയും ശക്തനായ ആഭ്യന്തരമന്ത്രിയും റവന്യൂ മന്ത്രിയും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗവും സ്വാതന്ത്ര്യസമര സേനാനിയും കലുഷിതമായ കേരള രാഷ്ട്രീയത്തിൽ ശത്രുക്കൾ ഭയപ്പെടുകയും മിത്രങ്ങൾ ആരാധിക്കുകയും അകാല മരണത്തെ തുടർന്ന് ചില ശത്രുക്കൾ മുതലക്കണ്ണീർ പൊഴിക്കുകയും ചെയ്ത അതുല്യനായ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു പി ടി ചാക്കോ. വിമോചന സമരത്തിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് പി ടി ചാക്കോ. ഐക്യ കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്, AICC അംഗം, ലോകസഭാ അംഗം തുടങ്ങിയ പദവികൾ വഹിച്ച പി ടി ചാക്കോ കാൽ നൂറ്റാണ്ടുകാലം കേരള രാഷ്ട്രീയത്തിലെ നിർണായക വ്യക്തിത്വമായിരുന്നു. ആദ്യകാലത്തെ നോക്കാം. കോട്ടയം ജില്ലയിൽ നെടുങ്കുന്നം പുതിയാപറമ്പിൽ ചാക്കോ തോമസിന്റെയും വാഴൂർ കൂട്ടുങ്കൽ കുടുംബാംഗമായിരുന്ന അന്നമ്മയുടെയും മകനായി 1915 ഏപ്രിൽ 9 ജനനം. പിൽക്കാലത്ത് ചാക്കോ തോമസും കുടുംബവും ചിറക്കടവ് പുള്ളോലിൽ പുരയിടത്തിലേക്ക് താമസം മാറ്റിയതിനെ തുടർന്ന് പുള്ളോലിൽ എന്ന വീട്ടുപേരിലും അറിയപ്പെട്ടു. ചിറക്കടവ്, പൊൻകുന്നം, കറുകച്ചാൽ, വാഴൂർ എന്നിവിടങ്ങളിൽ പഠിച്ച ശേഷം ചങ്ങനാശ്ശേരി SB കോളേജിലും തൃശ്ശിനാപ്പള്ളി സെന്റ് ജോസഫ് കോളേജിലും പഠിച്ചു. 1938 തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടി. നിയമവിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പൊതുരംഗത്തേക്ക് വന്ന കാര്യങ്ങളെ നോക്കാം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ ബഹിഷ്കരണവും ഒക്കെ കണ്ടുവളർന്ന ചാക്കോ വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. 23-ാം വയസ്സിൽ നിയമബിരുദം നേടി പൊതുരംഗത്ത് സജീവമായി. 1938 ആരംഭിച്ച സ്റ്റേറ്റ് കോൺഗ്രസ് ആയിരുന്നു ചാക്കോയുടെ ആദ്യ തട്ടകം. സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി വൈകാതെ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി മാറി. 1939 മീനച്ചിൽ താലൂക്കിന്റെ കോൺഗ്രസ് സെക്രട്ടറി ആയിരുന്നു. ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിലും വിദ്യാലയ ദേശസാൽക്കരണ പദ്ധതിക്കെതിരായ സമരങ്ങളിലും പങ്കെടുത്ത ചാക്കോ സർ CP-യുടെ ശത്രുവായിട്ട് മാറി. CP അദ്ദേഹത്തെ 5 പ്രാവശ്യം ജയിലിലടച്ചു. ഈ കാലഘട്ടത്തിൽ സർ CP-ക്ക് ഒരു തുറന്ന കത്ത് പുസ്തക രൂപത്തിൽ അദ്ദേഹം പ്രസിദ്ധം ചെയ്തു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും NBS-ഉം കെട്ടിപ്പടുക്കുന്നതിൽ ചാക്കോ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. 1945 കോട്ടയം DCC പ്രസിഡന്റായി. സംഘടനാ തലത്തിൽ പടിപടിയായി വളർന്ന് AICC അംഗം വരെയായി. ഗാംഭീര്യം തുടിക്കുന്ന മുഖഭാവവും അനർഗളമായ വാഗ്ധോരണിയും അതുല്യമായ ആജ്ഞാശക്തിയും അകമഴിഞ്ഞ സൗഹൃദ സമീപനവും ചാക്കോയുടെ വളർച്ചയ്ക്ക് വേഗം പകർന്നു. 3 തവണ AICC അംഗമായി. തിരുവിതാംകൂർ, കൊച്ചി, തിരുക്കൊച്ചി, കേരള നിയമസഭ, രാജ്യസഭ എന്നീ സഭകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1948 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലേക്ക് അകലുകുന്നം മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പട്ടം താണുപിള്ളയുടെയും തുടർന്ന് TK നാരായണപിള്ളയുടെയും ഭരണകാലത്ത് നിയമസഭയിൽ കോൺഗ്രസിന്റെ ചീഫ് വിപ്പായിരുന്നു ചാക്കോ. നിയമത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അവഗാഹത്തിനുള്ള അംഗീകാരം എന്നോണം 1949 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂനപക്ഷാവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയ ചാക്കോ പലവട്ടം ജയിൽവാസം അനുഷ്ഠിച്ചു. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ വിദ്യാഭ്യാസ ദേശസാൽക്കരണത്തിനെതിരെ ജനരോക്ഷം ആളിക്കത്തിച്ച തുറന്ന കത്തും അദ്ദേഹത്തെ ജയിലിലേക്ക് നയിച്ചു. പ്രഥമ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മീനച്ചിൽ മണ്ഡലത്തിൽ നിന്ന് ചാക്കോ തെരഞ്ഞെടുക്കപ്പെട്ടു. വൈകാതെ പാർലമെന്റ് അംഗത്വം രാജിവെച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി. 41 ദിവസം നീണ്ട പദയാത്രയിലൂടെ അദ്ദേഹം ജനസമ്പർക്ക പരിപാടിക്ക് പുതിയ മാനം നൽകി. ഒരുപക്ഷെ ഏറ്റവും ആദ്യ ജനസമ്പർക്ക പരിപാടി നടത്തിയതും ചാക്കോ തന്നെയായിരിക്കും. ഐക്യ കേരളത്തിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ വാഴൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ചാക്കോ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് 1957 പ്രതിപക്ഷ നേതാവായി. 1957 EMS മന്ത്രിസഭയുടെ ഭരണകാലത്ത് കേരളം കണ്ട ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവായിരുന്നു ചാക്കോ. അരികുംഭകോണം, മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ല്, ഗൗരി അമ്മയുടെ ഭൂപരിഷ്കരണ ബില്ല്, പോലീസിന്റെ അടിച്ചമർത്തൽ ഇവയെല്ലാം ചാക്കോ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം നിയമസഭയിൽ അദ്ദേഹം തന്റെ തനതായ വാക്ചാതുരി കൊണ്ട് കോളിളക്കം സൃഷ്ടിച്ചു. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളിലൊന്നായ വിമോചന സമരത്തിൽ പി ടി ചാക്കോ നിർണായക പങ്കുവഹിച്ചു. വിമോചന സമരത്തിന് എല്ലാ വിഭാഗത്തിലും പെട്ട നേതാക്കളെ കോർത്തിണക്കിയത് പി ടി ചാക്കോയായിരുന്നു. വിമോചന സമരത്തിന് ശേഷം 1960 ബഹുഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ
മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ചാക്കോയാണ് മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്നതെങ്കിലും ചാക്കോ ഘടകകക്ഷിയായ PSPയുടെ പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയായും ആർ ശങ്കറെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായും നാമനിർദ്ദേശം ചെയ്ത് ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. ഇന്നത്തെ തരത്തിലുള്ള പോലീസ് സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്തതിൽ PT ചാക്കോയ്ക്ക് വലിയ പങ്കുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പോലീസ് സേനകളെ ഏകീകരിച്ച് കേരള പോലീസിന്റെ കുടക്കീഴിൽ കൊണ്ടുവന്നതും ഓപ്പൺ ജയിൽ സിസ്റ്റം, അഴിമതി നിരോധന ശാഖ, ഫോറൻസിക് ലാബ്, സിറ്റി പോലീസ് കമ്മീഷണർ സിസ്റ്റം ഇവയെല്ലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചവയാണ്. ആർ ശങ്കറെ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നതിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയതിലും ചാക്കോയ്ക്ക് വലിയ പങ്കുണ്ട്. 1962 വന്ന ആർ ശങ്കർ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് കൂടാതെ റവന്യൂ വകുപ്പ് കൂടി ചുമതല കൂടി ചാക്കോ വഹിച്ചു. അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിച്ച ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽപ്പെടുത്തിക്കൊണ്ട് അതിന് ചിരപ്രതിഷ്ഠ നേടി. വിവാദവും രാജിയും നോക്കാം. 1963 ഡിസംബർ 8 തൃശ്ശൂരിനടുത്ത് വെച്ച് ഒരു ഉന്തുവണ്ടിയിൽ PT ചാക്കോയുടെ ഔദ്യോഗിക കാർ വന്നിടിച്ചു. ഉന്തുവണ്ടി തള്ളിയിരുന്ന ആൾ അടുത്തുള്ള ഓടയിലേക്ക് തെറിച്ചു വീണു. പക്ഷെ കാർ നിർത്താതെ പോയി. നാട്ടുകാർ ഓടിക്കൂടാൻ തുടങ്ങി. അതിൽ ചിലർ കാറിന്റെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴാണ് അത് മന്ത്രി PT ചാക്കോയുടെ ഔദ്യോഗിക കാറാണെന്ന് തിരിച്ചറിഞ്ഞത്. കാർ ഓടിച്ചിരുന്നത് മന്ത്രി തന്നെയായിരുന്നുവെന്നും മന്ത്രിക്കൊപ്പം കാറിൽ കറുത്ത കണ്ണട വെച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നതായും ദൃക്സാക്ഷികൾ ചിലർ പറഞ്ഞു. അതുകൊണ്ടാണ് നിർത്താതെ പോയതെന്നും ആരോപണം ഉയർന്നു. ഇത് പ്രതിപക്ഷം ആയുധമാക്കി. കൂടെയുണ്ടായിരുന്നത് പാർട്ടി നേതാവായ ഒരു സ്ത്രീയാണെന്ന് മന്ത്രി പറഞ്ഞെങ്കിലും പ്രതിപക്ഷം അത് ചെവിക്കൊണ്ടില്ല. എന്നാൽ പ്രതിപക്ഷം എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി ആർ ശങ്കർ തനിക്കൊപ്പം ഉണ്ടാവുമെന്ന് PT ചാക്കോ കണക്കുകൂട്ടിയിരുന്നു. ആ പ്രതീക്ഷകൾ തെറ്റിച്ച് കൊണ്ട് ആർ ശങ്കർ ചാക്കോയുടെ രാജി ആവശ്യപ്പെട്ടു. 1964 ഫെബ്രുവരി 20 മന്ത്രിസഭയിൽ നിന്ന് PT ചാക്കോ രാജിവെച്ചു. മന്ത്രിസ്ഥാനം രാജിവെക്കുമ്പോൾ അദ്ദേഹം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു. ആരാധകർ പിരിവിട്ട് അദ്ദേഹത്തിന് ഒരു കാർ വാങ്ങി നൽകി. വലിയ കുടുംബസ്വത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന് ഉപജീവനത്തിന് വേണ്ടി വീണ്ടും വക്കീൽ പണി ചെയ്യേണ്ടി വന്നു. അദ്ദേഹം അഭിഭാഷക വൃത്തിക്കൊപ്പം രാഷ്ട്രീയ പ്രവർത്തനവും തുടർന്നിരുന്നു. 1964 ജൂൺ മാസത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചാക്കോ മത്സരിച്ചെങ്കിലും KC എബ്രാഹിമിനോട് അദ്ദേഹം തോറ്റു. അത് അവസാന കാലത്തെ നോക്കാം. 1964 ഓഗസ്റ്റ് 1 കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ വെച്ച് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം അന്തരിച്ചത്. ഒരു കേസിന്റെ ഭാഗമായ അതിന്റെ അന്വേഷണത്തിന് വേണ്ടി കുറ്റ്യാടിയിൽ എത്തിയതായിരുന്നു അദ്ദേഹം. കുടുംബകാര്യങ്ങളെ നോക്കാം. PT ചാക്കോ മറിയാമ്മയാണ് വിവാഹം ചെയ്തിരുന്നത്. കേരള കോൺഗ്രസ് നേതാവായിരുന്ന PC തോമസ് അടക്കം 6 മക്കളുണ്ട്. ജെയിംസ് ചാക്കോ, ഡോക്ടർ ജഗൻ ചാക്കോ, ഡോക്ടർ ഗീത, പ്രൊഫസർ ഫിലോമിൻ, പ്രൊഫസർ സെലിൻ ജോയ്സ് എന്നിവരാണ് മറ്റു മക്കൾ. കേരള കോൺഗ്രസിന്റെ ആരംഭ ചരിത്രം നോക്കാം. ചാക്കോയുടെ മരണം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാക്കി. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ശങ്കർ മന്ത്രിസഭയ്ക്കെതിരായി നിയമസഭയിൽ അവിശ്വാസം കൊണ്ടുവന്നു. ചാക്കോ ഗ്രൂപ്പിലുണ്ടായിരുന്ന നിയമസഭാ സാമാജികരിൽ 15 പേർ മന്ത്രിസഭയ്ക്കെതിരായി വോട്ട് ചെയ്തു. അങ്ങനെ അവിശ്വാസ പ്രമേയം പാസ്സാവുകയും ശങ്കർ രാജിവെക്കുകയും ചെയ്തു. അതോടെ ചാക്കോ ഗ്രൂപ്പുകാർ KM ജോർജിന്റെ നേതൃത്വത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് സമുദ്ധാരണ സമിതി എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. 1964 ഒക്ടോബർ 9 ഈ പാർട്ടി കേരള കോൺഗ്രസ് എന്ന് പേര് മാറ്റി. അങ്ങനെ PT ചാക്കോയുടെ മരണം കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ജനനത്തിന് കാരണമായി. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.